രമേശ് ചെന്നിത്തലയ്ക്ക് ശുക്രദശ തുടങ്ങി. NSSന് പിന്നാലെ SNDPയും രമേശിന് പിന്തുണയുമായി രംഗത്ത്. കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ആഘോഷത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതിന് പിന്നാലെ ഇന്നലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രമേശിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. നേർക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ശുക്രദശ തുടങ്ങിയെന്ന് കരുതാമെങ്കിലും പിന്തുണച്ചത് വെള്ളാപ്പള്ളി ആയതുകൊണ്ട് ശനിദശയിൽ ചെന്നെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തല എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. NSS ക്ഷണം വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രസ്താവനയെ വളരെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. VD സതീശനെ പണ്ട് മുതലേ കണ്ണിന് കണ്ടുകൂടാത്ത വെള്ളാപ്പള്ളി സതീശനിട്ട് കൊഴിയെറിയാനും മറന്നില്ല. VD സതീശനേക്കാൾ യോഗ്യൻ ചെന്നിത്തലയായിരുന്നു എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ കുത്ത്. രമേശ് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതിനർത്ഥം സതീശൻ അങ്ങനെയല്ല എന്നു തന്നെ. SNDPയും രമേശ് ചെന്നിത്തലയും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം NSSുമായി സഹകരിച്ചിട്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ള പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിക്ക് പെട്ടെന്നുണ്ടായ രമേശ് സ്നേഹത്തിലെ അപകടം പതിയിരിക്കുന്നത്. NSSുമായി സഹകരിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. കാരണം താക്കോൽ സ്ഥാനത്ത് ആര് വന്നാലും കാര്യമില്ല, അതിന് താക്കോൽ കിട്ടിയിട്ട് വേണ്ടേ. 5 പേർ താക്കോലിനായി പിന്നിൽ നടക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. അതേസമയം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് NSS ആസ്ഥാനത്ത് നടക്കുന്ന മന്നം ജയന്തി ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചത്. ചെന്നിത്തലയെ വീണ്ടും സ്വീകാര്യനായി മാറിയത് കോൺഗ്രസിന് രാഷ്ട്രീയമായി നേട്ടമാണ്. എന്നാൽ NSS രമേശിനെ കൂടെ കൂട്ടിയതിന് പിന്നാലെ VD സതീശന് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ക്ഷണം ലഭിച്ചുവെന്നതും രാഷ്ട്രീയ സാമുദായിക അടവ് നയമായാണ് വിലയിരുത്തുന്നത്. എന്തായാലും NSS SNDP ക്രൈസ്തവ പിന്തുണ ഒന്നിച്ച് കോൺഗ്രസിന് ലഭിച്ചാൽ പെട്ടുപോകുക നമ്മുടെ മുഖ്യനും ഇടതുപക്ഷവുമാണ്. അതും തെരഞ്ഞെടുപ്പുകൾ അധികം നാളുകളില്ലാത്ത ഈ അവസരത്തിൽ.